മുന്നേറുന്ന ടെൻഡർ റൈംസിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗീതത്തിന്റെ വിസ്മയ ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇതാ 4 കുരുന്നുകൾ. ആദ്യമായി എഡ്വിൻ ജോസഫ്. ഹായ് എഡ്വിൻ. ഹായ്. മോൻ എവിടുന്നാ വരുന്നേ? മേരികുളം. മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി. ചേച്ചി എന്തെടുക്കുക? ചേച്ചി +2 പഠിക്കുന്നു. മോന്റെ വീട്ടിൽ ആരെങ്കിലും പാട്ട് പാടുവോ? ആ. ആരാ പാട്ട് പാടുന്നത്? ചേച്ചി. ചേച്ചിയാണ് പാട്ട് പാടുന്നത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? അമ്മ. അമ്മ. നിങ്ങൾ ഇങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ കഴിയുമ്പോഴൊക്കെ പാട്ട് പാടാറുണ്ടോ? ആ. അപ്പം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, അതോടെ പാട്ട് പാടുന്ന ഒരു കുടുംബം അല്ലേ? ആ. അപ്പോൾ ഇവിടെ നന്നായിട്ട് പാട്ട് പാടാൻ ഈശോ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ജിസ സജി. ജിസ മോളെ, സുഖമാണോ? സുഖമാണ്. ഹാപ്പിയാണോ? അതെ. മോൾ എവിടുന്നാ വരുന്നേ? ഞാൻ കുമളി. കുമളി നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ. തണുപ്പുണ്ട്. തണുപ്പുണ്ട്. ഈ പച്ചയും വെള്ള ഉടുപ്പിലൊക്കെ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. താങ്ക്സ്. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ആൻറ്റി, അങ്കിൾ, പപ്പ, അമ്മ, അനിയൻ. ഇവരെല്ലാം നല്ല സപ്പോർട്ടല്ലേ? അതെ. നന്നായിട്ട് ഇപ്പം മോൾ ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടാവുമല്ലോ അവർ? ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പാടാൻ പറ്റട്ടെ. അടുത്തതായി എത്തുന്നു സാറ തോമസ്. ഹായ് സാറ മോളെ. ഹായ്. സാറ മോളുടെ ഈ ഉടുപ്പ് ആര് തയ്ച്ചതെന്നാ? അമ്മ തയ്ക്കുമോ? നന്നായിട്ട് തയ്ക്കുന്നുണ്ട് കേട്ടോ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ സെൻറ് ആനീസ് ആനക്കൽ. ആനക്കൽ വളരെ പ്രശസ്തമായ ഒരു സ്കൂളാണല്ലോ. ഈ സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇനി 6 ഈശോ അനുഗ്രഹിക്കട്ടെ നന്നായിട്ട് പാട്ട് പാടാൻ. ഓക്കെ. അടുത്തതായി ഈശോയുടെ കൊച്ചു കൂട്ടുകാരി അനീറ്റ ടോം. ഹായ് അനീറ്റ. ഹായ് ചേച്ചി. സുഖമാണോ? ഈ റോസ് ഉടുപ്പിട്ട് നല്ല റോസാപ്പൂ പോലെ ഉണ്ട് കേട്ടോ. താങ്ക് യു. മോൾ ഏതിടവകയെന്നാണ് വരുന്നത്? ഞാൻ വഞ്ചിമല. മോള് കൊയറിലൊക്കെ ഉണ്ടോ? ഉണ്ട്. അൽത്താര ബാലികയാണോ? അതെ. അതെ. അപ്പോൾ കൊയറിൽ ഒത്തിരി പേരുണ്ടോ? ഒത്തിരി പേരുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു അവസരം അല്ലേ ഇത്? അതെ. അപ്പോൾ മോൾക്ക് കിട്ടിയപ്പോൾ മോൾ ഇത് പറഞ്ഞോ ശാലോം ടി വിയിലേക്ക് ഞാൻ പോവാന്ന്? പറഞ്ഞു. അപ്പോൾ അവരെന്താ പറഞ്ഞേ? അവർ നന്നായിട്ട് പോയി വരിക, പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സംഗീത സാന്ദ്രമായ നിമിഷങ്ങൾ സമ്മാനിക്കുവാൻ ഇതാ ആദ്യമായി എത്തുന്നു എഡ്വിൻ ജോസഫ്. എഡ്വിൻ മോനെ, ഒന്ന് ചിരിച്ചേ. ഇത്രയും ടെൻഷനൊക്കെ ഒന്നും അടിക്കണ്ട കേട്ടോ. നന്നായിട്ട് പാട്ട് പഠിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഈശോ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. മോനെ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? എമ്മാനുവൽ എന്ന പാട്ട്. എമ്മാനുവൽ. ഈ പാട്ട് ആരാ സെലക്ട് ചെയ്ത് തന്നെ? അമ്മയെ സെലക്ട് ചെയ്ത് തന്നെ. നന്നായിട്ട് പഠിച്ചിട്ടില്ലേ? അപ്പം നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. എമ്മാനുവേ, എമ്മാനുവേ, നീ
കണ്ണും കാതും നാവും ഈശോയിൽ അർപ്പിച്ചുകൊണ്ട് ഇതാ എത്തുന്നു ജിസ സജി. ജിസ മോളെ, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഞാൻ നാവിൻ്റെ ഈശോദൻ നാമം എന്ന് പറഞ്ഞൊരു നല്ലൊരു പാട്ടാ അല്ലേ? ഈ പാട്ട് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തേ? ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പം നന്നായിട്ട് പാട്ട് പാടാൻ പറ്റട്ടെ. താങ്ക്സ്. God
കേൾക്കാനായി, നെഞ്ചോട് ചേർത്ത് പാടുവാനായി സാറ തോമസ്. സാറാമോളെ, എന്തോ പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചാ? സാറാമോൾ പാട്ട് മാത്രമല്ല നന്നായിട്ട് കീബോർഡ് പ്ലേ ചെയ്യുമെന്നൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ശരിയാണോ? അതെ. ആരാ ഈ കീബോർഡ് പഠിപ്പിക്കുന്നേ? അപ്പച്ചൻ സാർ. അപ്പച്ചൻ സാർ. അപ്പച്ചൻ സാറിനൊരു ഹായ് പറഞ്ഞേരെ. ഹായ്. ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? സക്രാരിയായൻ ഹൃദയം എന്ന് പറയുന്ന പാട്ടാണ് പാടുന്നത്. നല്ലൊരു പാട്ടാ. ഈ പാട്ടിന്റെ പ്രത്യേകത എന്താ? ഈ പാട്ട് പാടുമ്പോൾ ദിവ്യകാരുണ്യനാഥനായ ഈശോ എൻ്റെ ജീവിതത്തിലെ വഴിവിളക്കാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആണോ? അപ്പോൾ നല്ല നല്ല ബോധ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സ്നേഹം ആവോളം ഉള്ളിൽ നിറച്ചുകൊണ്ടെത്തുന്നു അനീറ്റ ടോം. അനീറ്റ മോളെ, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഒരു വാക്ക് ചൊല്ലാൻ. ഒത്തിരി ആരാധകരൊക്കെ ഉള്ളൊരു നല്ല പാട്ടാ അല്ലേ? അതെ. ഈ പാട്ട് തന്നെയാണോ അനീറ്റ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? അതെ. എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്ര ഇഷ്ടം? ഉള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് എനിക്കത് തോന്നുന്നത്. ആണോ? ഓക്കെ, അപ്പോൾ ഈ മുഖത്തെ സന്തോഷമൊന്നും കളയാതെ നന്നായിട്ട് പാട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സംഗീത വിരുന്ന് ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതുവരെ ശുഭരാത്രി, ശുഭനിദ്ര.